എല്ലാ കൗമുദി ടിവി പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ്, ആഘോഷത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസിൽ വളരെ നമ്മുടെ വീട്ടിലെ തീൻമേശയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങൾ വിളമ്പണമെന്ന് എല്ലാ വീട്ടമ്മമാർക്കും ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ വിഭവമാണ് ഇന്ന് നമ്മൾക്ക് എല്ലാ കൗമുദി ടിവി പ്രേക്ഷകർക്കുമായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം തുഷാര അഭയാണ്. ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യൂ. എൻ്റെ പേര് തുഷാര അഭയ്. ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെയിൻബോ എഗ്ഗ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, റെയിൻബോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ കളേഴ്സ് ഉണ്ടാവും. മഴവില്ല്. അതെ, മഴവില്ല്. അപ്പോൾ അതുപോലെ ആ മഴവിൽ വർണ്ണങ്ങളിൽ ഒരു എഗ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാ കൗമുദി ടി വി പ്രേക്ഷകർക്കുമായിട്ട് ഒരുക്കാൻ പോകുന്ന സ്പെഷ്യൽ വിഭവമാണ് റെയിൻബോ എഗ്. ഈ റെയിൻബോ എഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നും ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, എന്തായാലും മുട്ടയില്ലാതെ എന്തായാലും റെയിൻബോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. എത്ര മുട്ടയാണ്? നമ്മൾ 3 മുട്ടേന്റെ മഞ്ഞ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? മഞ്ഞയും വെള്ളയും എല്ലാം ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ആ നമ്മൾ എഗ്ഗ് മൂന്ന് പാത്രത്തിൽ സെപ്പറേറ്റ് ബൗൾസിൽ സെപ്പറേറ്റ് മാറ്റി ആ യെല്ലോ പൊട്ടാണ്ട് വേണം നമ്മൾ മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും അത് എന്തിനാണ് നമ്മൾ അങ്ങനെ എടുത്ത് വെക്കുന്നത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ആ യെല്ലോ പോർഷൻ നമ്മൾ വൈറ്റുമായിട്ട് മിക്സ് ആവാണ്ട് സൂക്ഷിച്ച് മാറ്റി വെക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് ടൊമാറ്റോ ആണ് അല്ലേ? അതെ, ടൊമാറ്റോ 6 മീഡിയം പീസസ് ആണ്. മീഡിയം ടൊമാറ്റോസ് കട്ട് ചെയ്ത പീസസ് ആണ്. 3 മുട്ടയ്ക്ക് 6 മീഡിയം സൈസിലുള്ള ടൊമാറ്റോനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇരിക്കുന്നത് സവോളയാണ്. എത്ര സവോളയാണ്? ഒരു 3 സവാള. 3 സവോള. 3 മുട്ടയ്ക്ക് 3 സവോള സമാസമമാണ്. പിന്നെ ഇതെന്താണ്? അത് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം എത്ര എടുത്തിരിക്കുന്നത്? ക്യാപ്സിക്കം ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ആണ്. ഒരു മീഡിയം സൈസ് ഒരു ക്യാപ്സിക്കം ആണ് വേണ്ടത്. ഇത് കൊറിയാണ്ടർ ലീഫ്, മല്ലിയിലയാണ്. അതും ഒരു ബൗളിൽ ആവശ്യത്തിന്. ഇത് അത് പെപ്പർ പൗഡർ വേണം, കുരുമുളക് പൊടി വേണം. അത് സോസാണ്, ടൊമാറ്റോ സോസ് ആണ്. ടൊമാറ്റോ സോസ് വേണം. അത് ഗാർലിക്, ഫൈൻ ചോപ്ഡ് ഗാർലിക് ആണ്. നമ്മൾ കട്ട് ചെയ്ത് ചതയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഗാർലിക് യൂസ് ചെയ്യാൻ. ഷാർപ്പ് ആയിട്ടുള്ള നൈഫ് വെച്ചിട്ട് കത്തി വെച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഗാർലിക് ഉണ്ട്, ഉപ്പ്, ഓയിൽ. എന്ത് ഓയിൽ ഇത്? അത് സൺഫ്ലവർ ഓയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം മഴവിൽ എഗ്ഗാണ്, അതായത് റെയിൻബോ എഗ്ഗാണ്. ആ മഴവിലിന്റെ വർണ്ണങ്ങളെല്ലാം വരുന്നത് പോലെ തന്നെ നമ്മുടെ വായിൽ മഴവിലിന്റെ കുറെ നിറ വ്യത്യാസങ്ങളുണ്ട് അല്ലേ? എത്ര നിറമുള്ള മഴവില്? 7 നിറമാണല്ലോ. 7 നിറമാണ്. അപ്പൊ 7 നിറത്തിലുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയധികം രുചിയും ഇതിൽ പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും ആ രുചി ഒന്ന് നോക്കാം. എങ്ങനെയാണ്, എപ്പോഴും എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം തന്നെ പാൻ വെച്ചിട്ട്, അതെ, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് 1ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. പാൻ വെച്ച് നമ്മളത് കത്തിച്ചു. അപ്പോൾ ഈ റെയിൻബോ എഗ്ഗ് ആരാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നത്? അല്ല, ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി എനിക്ക് തന്നതാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്താണ് ഈ കറി. അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ കളർഫുൾ ആണ്. അപ്പോൾ എഗ്ഗ് കഴിക്കാത്ത മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ കളർഫുൾ എഗ്ഗ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അവരെ പറ്റിക്കാനും പറ്റും, അവരെ കഴിക്കുകയും ചെയ്യും. സാധാരണ വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്നും കഴിക്കില്ല, എന്തു കൊടുത്താലും വേണ്ട എന്ന് പറഞ്ഞു പോകും. അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവർക്ക് ഒരു വളരെ എന്താ പറയുക, എല്ലാ പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് കൊടുക്കാനും പറ്റും. അവർ ടേസ്റ്റിയോടെ കഴിക്കുകയും ചെയ്യും. നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നമുക്ക് ഒരു സംതൃപ്തി അല്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിലും പരീക്ഷിക്കാം. പാൻ ചൂടായോ? ഓക്കെ, എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. 3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത 3 സവോള, 3 മുട്ടയ്ക്ക് 3 സവോള. ഓക്കെ, ഇനി നമുക്ക് ഇത് അതിലേക്ക് ഇടാൻ. എണ്ണ തിളച്ചു? എണ്ണ ചൂടായിട്ടുണ്ട്. ഓക്കെ, 3 സവോള നമ്മൾ കൊത്തിയരിഞ്ഞ് അതിലേക്ക് ഇട്ടു. റെയിൻബോ എഗ്ഗ് ആദ്യമായിട്ട് കൂട്ടുകാരിയുടെ അവിടെ നിന്ന് കഴിച്ചു ഇഷ്ടപ്പെട്ടതിന് ശേഷം വീട്ടിൽ വന്ന് വളരെ ഈസിയാണ് ഉണ്ടാക്കാനെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് ആർക്കാണ് ഉണ്ടാക്കി കൊടുത്തേ? അത് ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് തന്നെയാണ് ആദ്യം ഉണ്ടാക്കി കൊടുത്തത്. കൊടുത്തു. അവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു? എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പേടിച്ചിട്ട് പറഞ്ഞാണോ അതോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞാണോ? ഇഷ്ടപ്പെട്ടിട്ട് തന്നെ പറഞ്ഞതാണ്. അത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്.
നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെയോ ആ ബ്രെഡിൻ്റെ കൂടെയോ ഓക്കെ വെറുതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ അത് പെട്ടെന്ന് ഇത് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടൊരു പാട്ടൊക്കെ വേണമെങ്കിൽ പാടാം, കുഴപ്പമൊന്നുമില്ല. പാട്ട് പാടാൻ തീരെ വശമില്ല, പഠിക്കുള്ളൂ, ഞാൻ ഉണ്ടാക്കാം. അപ്പൊ ഉണ്ടാക്കുന്നവർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് കൂടെ നിൽക്കുന്ന ആളല്ലേ. ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് നിൽക്കണോണ്ടേ വായിക്കാത്ത നിറച്ച് ഇങ്ങനെ ഈ പൊതി നിറഞ്ഞു നിൽക്കുകയാണ്. പാട്ടും കൂടെ ആച്ചപ്പോ കോൺസെൻട്രേഷൻ മാറും. നോർമലി കുക്ക് ചെയ്യുമ്പോൾ ആരാണ് പാടുന്നത്? എന്റെ ഹസ്ബൻഡ് പാടും നന്നായിട്ട്. അടിപൊളി. പുള്ളി ഇവിടെ ഉണ്ടോ? അല്ല, പുള്ളി ഇല്ല, പുള്ളി ഇപ്പൊ നൈജീരിയയിലാണ്. അപ്പൊ അത് കാരണം വേണമെങ്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഹസ്ബൻഡിന്റെ പേര് അഭയദേവ് എന്നാണ്. ഓക്കെ. ആളിപ്പോ നൈജീരിയയിലാണ്. ഇപ്പം ക്രിസ്മസിന് വരും. അപ്പൊ ഈ ഡിഷസ് ഒക്കെ ഞാൻ ഇനി ക്രിസ്മസിന് ഉണ്ടാക്കി ആൾക്ക് കൊടുക്കാനുള്ളതാണ്. അഭയദേവ് ഹായ്. നൈജീരിയയിലുണ്ട്, കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറയുകയാണ്. ഓക്കെ. സ്പെഷ്യലായിട്ട് ഇവിടെ ഒരു വിഭവം ഉണ്ടാക്കുകയാണ്, കഴിച്ചിട്ട് പറയാം. ഭയങ്കര കുക്കിംഗ് ആണ്. ഡെയിലി എല്ലാ ഐറ്റംസും പലയിടത്തു നിന്നും പഠിച്ച് വന്ന് ഇദ്ദേഹത്തിനായിരിക്കും പരീക്ഷിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഒരു പ്രത്യേക ഞാനിതുവരെ കേട്ടിട്ടില്ല, റെയിൻബോ എഗ് എന്നുള്ളൊരു ഐറ്റം ഞാൻ കേട്ടിട്ടില്ല. മുട്ടയിൽ വെക്കുന്നൊരു ഐറ്റമാണെന്ന് അറിയാം. പക്ഷേ എനിക്ക് തോന്നിയത് ഈ ഐറ്റത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വീട്ടമ്മമാർക്ക് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുക അല്ലേ? കഴിക്കാതെ ഓടി നടക്കുന്ന പിള്ളേർക്ക് കൊടുക്കുക. അവർ കുഞ്ഞുങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെയിൻബോ അത് ഉണ്ടാക്കി ഫൈനൽ പ്രോഡക്ട്സ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. അപ്പോൾ അത് ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇടാം. കുഞ്ഞ് രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് മുഴുവൻ ഒരു ഫുൾ സൈസ് ഗാർലിക് ആണ്. അടുത്തത് ടൊമാറ്റോ ആണ്. ഓക്കെ. ടൊമാറ്റോ 6 മീഡിയം സൈസ് ആണ്. അത് ഇപ്പൊ തന്നെ കുറച്ച് കളർഫുൾ ആയിട്ടില്ലേ? ഇപ്പം 7 കളറിൽ 3 കളർ ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ്? വേറെ എന്താ ചെയ്യുന്നത് ഈ കുക്കിംഗ് അല്ലാണ്ട്? വേറെ എന്താ വാട്ട് ടു ഡു എൽസ്? നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടും ഒക്കെ ക്രാഫ്റ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ സാധനം തന്നെ കണ്ടില്ലേ? അപ്പോൾ ഇത് ഞാൻ വെറുതെ ന്യൂസ് പേപ്പർ, നമ്മളെ വീട്ടിൽ വെറുതെ കളയുന്ന ന്യൂസ് പേപ്പറാണ്. ആ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഓക്കെ. അതിന്റെ പേരെന്താണ്? അത് നമുക്ക് ഇങ്ങനെ വെറുതെ തൽക്കാലം നമുക്ക് എന്തെങ്കിലും പേരിട്ട് വിളിക്കാം. പക്ഷേ ആ മുകളിലിരിക്കുന്ന ബോൾ ഉണ്ടാക്കിയാണോ? അല്ല, ബോൾ ഉണ്ടാക്കിയതല്ല. അതെ, മറ്റേതെല്ലാം പേപ്പറിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സോ അപ്പോൾ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യവും ഉണ്ട്. കുക്കിങ്ങും വളരെ വലിയൊരു കലയാണെന്ന് പറയും. പക്ഷെ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അത് കൊലയാവും അല്ലേ? എന്ത് സൈസിലുള്ള ക്യാപ്സിക്കം? ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ആണ്. അത് ഫുള്ള് നമുക്ക് ഇതിലേക്ക് കളർഫുൾ ആയിരിക്കുകയാണ്. ഓക്കെ. അപ്പം 4 കളറായി. 5, 6, 7 കളറാണ് വേണ്ടത്. 4 കളറായി. നമ്മുടെ ഈ ഒരു ഐറ്റം എന്തായാലും എല്ലാ പ്രേക്ഷകരും കാണുകയാണ്. കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കലാപരിപാടിയും കൂടെ കാണിക്കാമെങ്കിൽ നന്നായിരിക്കും. കലാപരിപാടി ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഡാൻസ് അറിയാം, പക്ഷെ ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ഡാൻസ് ചെയ്തിട്ടുള്ള കുക്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അതിപ്പോ ചെയ്യാൻ പോണില്ല. അതെ, പാട്ട് അത്ര വശമില്ല. അപ്പൊ അത് കാരണം വശമൊന്നും വേണ്ട. നമുക്ക് ക്രിസ്മസിനായിട്ട് ചുമ്മാ നമുക്ക് എൻജോയ് ചെയ്ത് പാടാം അല്ലേ? അത് ഇതും കൂടെ കഴിയട്ടെ. എന്താണ് എടുത്തത്? ഇതൊന്ന് വഴണ്ട് വരാനായിട്ടുള്ള ഒരു സമയമുണ്ട് അല്ലേ? നോർമലി നമ്മൾ പാർട്ടികളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ വന്നു കഴിയുമ്പോൾ എന്തായാലും നൈജീരിയൻ ഒരു കൾച്ചറിലൊക്കെ പോയി, നൈജീരിയയിൽ പോയി മറ്റേ പറയുമ്പോൾ എന്താ പറയുക, മറ്റേ നമ്മുടെ കോട്ടയം കുഞ്ഞേച്ചൻ സിനിമയിൽ അദ്ദേഹം അവിടെ കഴിച്ച് മറ്റേ വയറൊക്കെ പുണ്ണായിരിക്കുമോ അല്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോഴാണ് വൈഫിന്റെ കയ്യിൽ നിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ? പുതിയ എത്ര ഐറ്റംസ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്? നല്ല കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാടൻ കുറെ സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നൈജീരിയ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ ഇങ്ങനെ കുറെ ആഫ്രിക്കൻ ആൾക്കാർ, കുറെ കറുത്ത ആൾക്കാർ, എന്തൊക്കെയോ സാധനങ്ങൾ, പന്നീനെയും പട്ടീനെയൊക്കെ പിടിച്ചിരുന്ന കുറെ ആൾക്കാരെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആഫ്രിക്ക അല്ല നമ്മൾ അവിടെ ചെന്ന് താമസിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന എല്ലാ നാടൻ സാധനങ്ങളും അവിടെ കിട്ടാറുണ്ട്. അതെ, നമ്മളുടെ കപ്പ, ചക്ക, നമ്മുടെ കാച്ചില്, ചേമ്പ്, മുരിങ്ങക്ക,
എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ആഫ്രിക്ക ആണെന്ന് നമുക്കൊരു ഫീലേ കിട്ടില്ല. നമ്മുടെ നാട് പോലെ തന്നെ നല്ല ഏറ്റവും ഫ്രഷ് ആയിട്ട് അതെ ക്വാളിറ്റി സാധനങ്ങൾ അവിടെ കിട്ടും. അതെ അതെ അതെ. ഈ ക്രിസ്മസിന് എന്താണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ട് ഹസ്ബൻഡിന്? ഈ ക്രിസ്മസിന് ഞാൻ എല്ലാ വർഷവും വൈൻ ഉണ്ടാക്കാറുണ്ട്. ഈ വർഷം വൈൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരു ഐറ്റം ഈ പറയുന്ന പോലെ ഇതിപ്പം നമ്മള് പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ അതോ ഇതുവരെ ചെയ്തത് തന്നെ വീണ്ടും കൊടുക്കണോ? എന്താ പറയാ, പിസ്സ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ചിക്കൻ പിസ്സ ആണ് ഈ പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കാൻ പോണത്. ഓക്കെ അബൈ, അപ്പം ചിക്കൻ പിസ്സ ഈസ് വെയിറ്റിംഗ് ഫോർ യു ഈ വരുന്ന ക്രിസ്മസിന്. അടിപൊളി. ഇത് വരണ്ടിട്ടുണ്ട് അല്ലേ? ഇത് നമുക്ക് എന്താ അടുത്ത സാധനം? അടുത്തത് നമുക്ക് മല്ലിയില ഇടാം. മല്ലിയില വാരി ഇങ്ങനെ വെതറിയാൽ മതി, കുറച്ചിട്ടാ മതി. ഇതും ഒന്ന് ഇച്ചിരി ഇങ്ങനെ വഴണ്ട് വരണം അല്ലേ? ഓക്കെ, അതും കൂടെ ഇതിലേക്ക് ഒന്ന് വഴണ്ട് പിടിച്ചു വരണം. നമ്മളെ ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം വഴണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളിനി ഇതിലേക്ക് എഗ്ഗ് വെക്കുക. എഗ്ഗ് അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം വെക്കാൻ. നോർമലി നമ്മൾ എഗ്ഗ് വെക്കുന്ന പോലെയല്ല. അപ്പം ഓരോ എഗ്ഗ് എടുക്കുക. യെല്ലോ കളർ പൊട്ടാണ്ട് വേണം ഇതിന്റെ മേലേക്ക്. അതിന്റെ മഞ്ഞ പോർഷൻ അത് പൊട്ടാണ്ട് വളരെ ഭംഗിയായിട്ട് വെക്കുന്നത് കണ്ടോളൂ. അടിപൊളി അടിപൊളി അടിപൊളി. ആദ്യത്തെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അടുത്തത് വെക്കാം. രണ്ടാമത്തെയും വളരെ സക്സസ്ഫുൾ ആയി വെച്ചിരിക്കുന്നു. മുട്ടയുടെ മഞ്ഞ പൊട്ടാണ്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ അങ്ങനെ വിരാജിച്ച് കിടക്കുകയാണ്. ഇനി ഇതെന്താണ് നെക്സ്റ്റ്? ഇത് വൈറ്റ് പോർഷൻ ആണ് സെപ്പറേഷൻ വെയിറ്റ് ചെയ്യാം. യെല്ലോ പൊട്ടാണ്ട് ശ്രദ്ധിക്കുക. എല്ലാം കുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള ആ വൈറ്റ് പോർഷൻ അതൊന്ന് ഇച്ചിരി വെന്ത് വരണം. അപ്പോഴേ അത് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതല്ലാത്ത സമയത്ത് നമുക്ക് എന്തൊക്കെ കലാപരിപാടികളാണ് ഉള്ളത്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയൂ, പ്രേക്ഷകർ കേട്ടോട്ടെ. ഇത് കൂടാണ്ട് ഞാൻ ഹൗസ് വൈഫ് അല്ല, ഞാൻ ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. അപ്പം അവിടെ നമുക്ക് ഐസ്ക്രീം പാർലറാണുള്ളത്. അപ്പോൾ അവിടെയും നമ്മൾ ചെറിയ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ നടത്തി കസ്റ്റമേഴ്സിനെ കൊടുക്കാറുണ്ട്. അവിടെ ഐസ്ക്രീം റിലേറ്റഡ് സാധനങ്ങളാണ്, ഫലൂഡാസ്, ഷേക്സ്. ഇതിന്റെ മുകളിൽ കൂടെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഓക്കേ, പെപ്പർ പൗഡർ വാരി നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ എടുത്തിട്ട് സോസ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്പെഷ്യൽ വിഭവത്തിന്റെ പേരാണ് റെയിൻബോ എഗ് അല്ലേ? ഇത് പരിചയപ്പെടുത്തിയത് തുഷാര അഭയാണ്. തുഷാര അഭയ് ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി അത് കഴിച്ചപ്പോൾ ഇഷ്ടം തോന്നി. അത് വീട്ടിൽ വന്ന് ഉണ്ടാക്കിയപ്പോൾ വളരെയധികം ഡിലീഷ്യസ് ആയിട്ട് തോന്നി. വീട്ടുകാരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും കയ്യടി വാങ്ങി കൂട്ടിയ ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് വീട്ടിൽ പരീക്ഷിക്കാം. കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് ഭക്ഷണം കഴിപ്പിക്കാനായിട്ടുള്ള ഒരു തന്ത്രമായിട്ടും സൂത്രപ്പണിയായിട്ടും ഒക്കെയുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് കൊടുക്കാം. ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എല്ലാ പ്രേക്ഷകർക്കും വീട്ടിൽ വളരെ ഈസി ആയിട്ട്, ഒരുപാട് വലിയ പാടൊന്നുമില്ല, എപ്പോഴും വീട്ടിൽ കാണുന്ന ഒരു ഐറ്റമാണ് മുട്ട. പിന്നെ ടൊമാറ്റോ എപ്പോഴായിരുന്നാലും കാണും. പിന്നെ ഒരു ക്യാപ്സിക്കം ഇല്ലായിരുന്നു. ക്യാപ്സിക്കം ഉണ്ട്. ഇല്ലെങ്കിൽ അത് വേണം നിർബന്ധമില്ല. ക്യാപ്സിക്കം ഇല്ലാണ്ട് നമുക്ക് 7 നിറമാണ് റെയിൻബോയ്ക്ക്. ചില ആൾക്കാർക്ക് ക്യാപ്സിക്കത്തിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമാവാൻ ചാൻസ് ഇല്ല. അപ്പൊ അതാണ് അവർക്ക് ക്യാപ്സിക്കം ഒഴിവാക്കുകയും ചെയ്യും. ഓക്കെ, അതും കൂടെ ഇടുന്നത് ഈ നിറം കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. റെയിൻബോയുടെ 7 നിറമെങ്കിലും വേണമല്ലോ. അതിന് 7 നിറമായല്ലേ? ഓൾമോസ്റ്റ് 7 നിറം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റെയിൻബോ എഗ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതങ്ങനെ പാകപ്പെട്ട് വരികയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യമായി നമ്മളിതിൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഒരു സോസിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടുക. ആദ്യം കുറേ ഉപ്പിട്ടിട്ട് വീണ്ടും നമ്മൾ ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉപ്പ് കൂടി പോകും. അത് കാരണം ആദ്യം കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയറായി. ഇനി അതിനെ വൈറ്റ് പോർഷൻ വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ് അല്ലേ? വൈറ്റ് പോർഷൻ നമ്മൾ ഇതിൽ ബാക്കി ഉള്ളിയിലും തക്കാളിയിലും ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ യെല്ലോ പൊട്ടാൻ പാടില്ല. എന്ത് സംഭവിച്ചാലും യെല്ലോ പൊട്ടാൻ പാടില്ല. അത്ര മാത്രമാണ് റെയിൻബോ എഗ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം അല്ലേ? എന്ത് വേണോ തെറ്റിച്ചോ, പക്ഷെ യെല്ലോ പൊട്ടിക്കരുത്. കഴിക്കുമ്പോഴെങ്കിലും പൊട്ടിക്കാമോ?
കഴിക്കുമ്പോൾ മാത്രമേ പൊട്ടിക്കാൻ പാടില്ല, അതിന് മുന്നേ പൊട്ടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ റെയിൻബോ എഗ്ഗ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഗ്രീൻ കളർ കിട്ടാനായിട്ട് മല്ലിയില മേളിൽ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് ഇതിൽ നിന്ന് ഇത് ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു റെയിൻബോ എഗ്ഗ് എനിക്കൊന്ന് തരിക. എടുക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കാം, എടുക്കുമ്പോഴും സൂക്ഷിക്കണം. നേരത്തെ വെക്കാൻ ഇങ്ങനത്തെ തവി വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. പൊട്ടാൻ പാടില്ല. ഓക്കെ, ഐറ്റംസ് ഒക്കെ വേറെ സൈഡിൽ ഇങ്ങനെ ഇടുക. അതുകൂടെ ചേർത്ത് വേണം നമ്മൾ കഴിക്കാൻ. പിന്നെന്ത്, കഴിക്കുന്നതൊക്കെ ഞാൻ എക്സ്പേർട്ടാണ്. അതെ. അപ്പം ഇങ്ങനെ റെയിൻബോ എഗ്ഗ് കുറച്ചുകൂടെ ഈ കാണുന്ന ഐറ്റമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന റെയിൻബോ എഗ്ഗ്. വീട്ടിൽ ഇതൊരു പ്രോട്ടീൻ കണ്ടന്റ് ഫുഡാണ്. ഇത് കഴിക്കുമ്പോൾ പൊട്ടിക്കാമോ? കഴിക്കുമ്പോൾ പൊട്ടിക്കാം. പൊട്ടിച്ച പോലീസ് പിടിക്കുമോ? ഇല്ല, പിടിക്കില്ല. അല്ലാതെ പൊട്ടിച്ച് കഴിക്കാം അല്ലേ? കഴിക്കാമല്ലോ. ആദ്യം സൈഡിൽ നിന്ന് ഞാൻ വൈറ്റ് കണ്ടന്റ് ഇങ്ങനെ എടുക്കട്ടെ. എന്നിട്ട് നമ്മൾ ആക്ച്വലി കഴിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ എടുത്തിട്ടാണ് കഴിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ കഴിക്കാം. ഓക്കെ, റെയിൻബോ എഗ് സ്പെഷ്യൽ ഐറ്റം ആണ്. ഈ ക്രിസ്മസിന് നിങ്ങളും കഴിക്കാം. ഞാൻ കഴിക്കാൻ പോവാണ്. ഇഷ്ടമായ എങ്ങനെയുണ്ട്? ഇനി നേരത്തെ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് കഴിക്കുന്നത് കൂടെ ഞാൻ കാണിക്കാം. എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ അവർ വെറുതെ ഇരിക്കല്ലേ. അതായത് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കോരി എടുക്കണം, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ആണോ? ആവി പറക്കണാണല്ലോ അല്ലേ? കഴിക്കുമ്പോൾ സൂക്ഷിക്കാം, പൊട്ടും അല്ലേ? വാ പൊള്ളും എന്നൊരു പേടിയുണ്ട്. ഇങ്ങനെ ഇതുവഴി ഒരു ഓട്ടം ഓടും. ഓക്കെ, അടിപൊളി. ഇത്തിരി ചൂടുണ്ടായിരുന്നു, ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ചെറിയ ചൂടുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ സമയം എടുത്തിട്ട് കഴിക്കാമല്ലോ അല്ലേ? അതുകൊണ്ട് അപ്പം റെയിൻബോ എഗ്ഗ് നമ്മൾ ഈ ക്രിസ്മസിന് വീട്ടിൽ കുട്ടികൾക്കൊക്കെ വെക്കേഷനായിട്ട് വീട്ടിലിരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ റെയിൻബോ എഗ്ഗ് ഒക്കെ ട്രൈ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കുട്ടികൾക്കല്ല, മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവും. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ഒരു സൈഡ് ഡിഷായിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടും കഴിക്കാം. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ക്രിസ്മസ് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസ് അടിപൊളിയാക്കുക. അടിപൊളിയായിട്ടൊരു പാട്ട് പാടിയേ. മെറി ക്രിസ്മസ് പാടിക്കോളൂ, പാടിക്കോളൂ, പാടിക്കോളൂ. പാടിക്കോ, വേണം വേണം വേണ്ട, പാടിക്കോളൂ, പാടിക്കോളൂ. ഞാൻ കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റിലാണ്. പാടിക്കോളൂ. തുഷാര അഭയ്, അതാ നിങ്ങൾക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കുമായിട്ട് മെറി ക്രിസ്മസ് പാട്ട് പാടാൻ പോകണം. പാടിക്കോളൂ. റെഡി? സമയമില്ല. ഇത്രയും നല്ലൊരു സ്പെഷ്യൽ വിഭവമാണ്. അതിൻ്റെ അടുത്തൊരു പാട്ടും കൂടെ ആയി നമുക്കത് വായിക്കാം. പാട്ട് പാടുമ്പോഴത്തേക്ക് ഞാൻ വൈൻഡപ്പ് പറഞ്ഞോളാം. ബർത്ത്ഡേ പാട്ടും മെറി ക്രിസ്മസും പാടാത്ത ആരുമില്ല മലയാളികളായിട്ട് ലോകത്ത്. ബർത്ത്ഡേ വിഷ് പാടാറില്ലേ? അതേപോലെ തന്നെ മെറി ക്രിസ്മസ്. ശരി. We wish you a Merry Christmas. We wish you a Happy Christmas. ഓക്കെ, അടിപൊളി. അപ്പോൾ ഈ എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. അതോടൊപ്പം ഇന്ന് ഈ ഒരു സ്പെഷ്യൽ വിഭവം ഇവിടെ നമുക്കായി പരിചയപ്പെടുത്തിയ തുഷാര അഭയ്ക്കും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് അല്ലേ അഭയ് നൈജീരിയയിലുണ്ട്. നൈജീരിയയിലിരിക്കുന്ന അഭയ്ക്കും ഒരു മെറി ക്രിസ്മസ്. അപ്പോൾ ഈ വിഭവം നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ തീൻമേശയിൽ നിങ്ങൾ റെഡിയാക്കാനായിട്ട് ട്രൈ ചെയ്യുക, കഴിക്കുക, ആഘോഷിക്കുക ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.